അപ്പോൾ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആ ഒരു ടോപ്പിക്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു മോഡ്യൂള് സിഗ്നൽസ് ആൻഡ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സിഗ്നൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്താണ് സിഗ്നൽ എന്ന് പറയാം. അപ്പോൾ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് നമുക്കറിയാം, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉള്ള ഒരു കണ്ടൻറ്റിനെ നമുക്ക് സിഗ്നൽ എന്ന് പറയാം. അപ്പോൾ സിഗ്നൽ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫങ്ഷൻ ഓഫ് വൺ ഓർ മോർ വേരിയബിൾസ് ദാറ്റ് കൺവേ സം ഇൻഫർമേഷൻ. അതിനെയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സൈനുസോയിഡൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം: എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഇതൊരു സിഗ്നലാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് അല്ലേ. ഇതിനൊരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, അതാണ് എ. ഒമേഗ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയാണ്, ഫൈ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് ആണ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലെങ്കിൽ ഒരു സൗണ്ട് സിഗ്നൽ, അപ്പോൾ നമുക്ക് സൈനിനെയും കോസിനെയൊക്കെ നമുക്കൊരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വോൾട്ടേജ് സിഗ്നലായിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഏത് സിഗ്നൽ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഒരു ഇൻഫർമേഷൻ കാണും. അങ്ങനെയുള്ള ഒരു ഫങ്ഷനെയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. അത് വൺ ഡയമെൻഷണൽ സിഗ്നലുണ്ട്, മൾട്ടി ഡയമെൻഷണൽ സിഗ്നലുണ്ട്. അത് മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇമേജ് എന്ന് പറയുന്നത് ഒരു സിഗ്നലാണ്. അത് ഒരു മൾട്ടി ഡയമെൻഷണൽ സിഗ്നലാണ്. നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കൊരു സാധാ വൺ ഡയമെൻഷനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്പീച്ച് സിഗ്നൽ അല്ലെങ്കിൽ വോൾട്ടേജ് സിഗ്നൽ, കറണ്ട് സിഗ്നൽ, ഇതിനെയൊക്കെ നമുക്ക് വൺ ഡയമെൻഷണലായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സിഗ്നലിന് ബേസിക് സിഗ്നൽസ് ഉണ്ട്, അല്ലെങ്കിൽ എലമെൻ്ററി സിഗ്നൽസ് ഉണ്ട്. അതേപോലെ തന്നെ സിഗ്നലിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട് ഇതിനകത്ത്. ദെൻ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം, ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് ക്ലാസിഫിക്കേഷൻസാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻസ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്, ദെൻ ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ, നമ്മൾ റാൻഡം സിഗ്നൽസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ദെൻ കോസൽ, ആൻറ്റി കോസൽ, നോൺ കോസൽ സിഗ്നൽസ്, ദെൻ ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്, അതേപോലെ തന്നെ പീരിയോഡിക് ആൻഡ് അപ്പീരിയോഡിക് സിഗ്നൽസ് അല്ലെങ്കിൽ നോൺ പീരിയോഡിക് സിഗ്നൽസ്, അപ്പീരിയോഡിക് അല്ലെങ്കിൽ നോൺ പീരിയോഡിക് എന്നും പറയും. ദെൻ എനർജി ആൻഡ് പവർ സിഗ്നൽസ്. ഇങ്ങനെയാണ് സിഗ്നൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. ദെൻ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു കണ്ടിന്യൂസ് ടൈം, ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്താണ്, ദെൻ അതേപോലെ തന്നെ പീരിയോഡിക് ആൻഡ് അപ്പീരിയോഡിക് അല്ലെങ്കിൽ നോൺ പീരിയോഡിക് സിഗ്നൽസ് എന്താണ്, ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ് എന്താണ്. അപ്പോൾ ഈ 3 ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ടോപ്പിക്സുകളും നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ എല്ലാ ക്ലാസിഫിക്കേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു 3 ക്ലാസിഫിക്കേഷൻസ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ദെൻ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു കണ്ടിന്യൂസ് ടൈം അല്ലെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ സിഗ്നൽസിനെ എപ്പോഴും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടും ഡിസ്ക്രീറ്റ് ആയിട്ടുമാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതെ, ഇങ്ങനെ ഒരു സിഗ്നൽ വരച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണ്. ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഞാനിങ്ങനെ വരയ്ക്കുവാണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ മറ്റൊരു എക്സാമ്പിൾ വരച്ചേക്കുവാണ്. അതായത് 0 മുതൽ അങ്ങോട്ട് എല്ലാ ടൈമിൻ്റെ എല്ലാ വാല്യൂസും കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു സിഗ്നൽ നമ്മളിവിടെ വരച്ചേക്കുന്നത്. അതായത് നമുക്ക് പറയാം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ, അപ്പോൾ ഞാൻ പറയുവാണ് എക്സ് ഓഫ് ടി ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി, ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി. ടിയുടെ എല്ലാ വാല്യൂസും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എക്സ് ഓഫ് ടി വരച്ചേക്കുന്നത്. ഇപ്പോൾ 0.001 അല്ലെങ്കിൽ 002 അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റൻ്റ് എടുത്തും നമുക്കതിനൊരു ആംപ്ലിറ്റ്യൂഡ് അവിടെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ചേക്കുന്ന ഒരു ഗ്രാഫാണ് ഇത്. ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ നോർമലി ടി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സ് ആക്സിസ് ടി വെച്ചിട്ടാണ്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ആ ഒരു സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇതാണൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ദെൻ ഡിസ്ക്രീറ്റ് ടൈമിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡിസ്ക്രീറ്റ് ടൈമാണ്. ഡിസ്ക്രീറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻസ്റ്റൻസും എടുക്കത്തില്ല. അപ്പോൾ 0-ൽ ഒരു വാല്യൂ ഉണ്ട് 1, ദെൻ 1-ൽ മറ്റൊരു വാല്യൂ 2,
ദെൻ 2-ൽ എനിക്ക് കിട്ടിയേക്കുന്ന വാല്യൂ -1. ദെൻ -1-ൽ എനിക്ക് കിട്ടിയേക്കുന്ന വാല്യൂ -1. ദെൻ -2-ൽ എനിക്ക് കിട്ടിയേക്കുന്ന വാല്യൂ 3. അപ്പോൾ ഇങ്ങനെ പോകുന്ന വാല്യൂസിനെയാണ്, ഇപ്പോൾ ഇത് n-ലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സിഗ്നലിനെ നമ്മൾ എക്സ് ഓഫ് n എന്നും പറയും. അപ്പോൾ എക്സ് ഓഫ് n ഡിഫൈൻഡ് ഫോർ n ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആയിട്ട്, അതായത് 0യ്ക്കും 1-നും ഇടയ്ക്കുള്ള വാല്യൂസ് നമുക്കറിയില്ല, അത് 0 ആണ്. 0-ലുള്ള വാല്യൂ 1 ആണ്, 1-ലുള്ള വാല്യൂ 2 ആണ്. അപ്പം എക്സ് ഓഫ് n ഈസ് ഡിഫൈൻഡ് ഫോർ ഡിസ്ക്രീറ്റ് വാല്യൂസ്. എക്സ് ഓഫ് n ഈസ് ഡിഫൈൻഡ് ഫോർ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് n. നേരത്തെ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ടിയുടെ എല്ലാ വാല്യൂസിനെയും ഡിഫൈൻ ചെയ്യുന്നതാണ് എക്സ് ഓഫ് ടി, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഇവിടെ n എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വാല്യൂസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതിനെ ഓരോന്നിനെ നമ്മൾ സാമ്പിൾസ് എന്ന് വിളിക്കും. 0-ലെ സാമ്പിൾ, 1-ലെ സാമ്പിൾ, 2-ലെ സാമ്പിൾ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാക്കുന്ന പ്രോസസ്സാണ് സാമ്പിളിംഗ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ നമ്മുടെ മോഡ്യൂളിൽ തന്നെ പറയുന്നുണ്ട്. സാമ്പിളിംഗ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ടൈമെന്നും ഡിസ്ക്രീറ്റ് ടൈമെന്നും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് പീരിയോഡിക് ആൻഡ് അപ്പീരിയോഡിക് സിഗ്നൽ. അപ്പോൾ ഒരു സിഗ്നൽ പീരിയോഡിക് ആണെന്ന് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു പീരിയോഡിക് എന്താണ്, നോൺ പീരിയോഡിക് എന്താണെന്ന്. അതേപോലെ തന്നെ ഇവിടെ സിഗ്നൽ പീരിയോഡിക് ആവുന്നത് എ സിഗ്നൽ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എ ഫിക്സഡ് ടൈം പീരീഡ്. ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ പീരിയോഡിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വരയ്ക്കുവാണ്. ഇപ്പോൾ ഒരു സൈൻ വേവ് വരച്ചു. ഇതിൻ്റെ ടൈം പീരീഡ് ടി ആണ്. വീണ്ടും ഒരു ടൈം പീരീഡ് ടി കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഒരു പോസിറ്റീവ് ഹാഫ്, നെഗറ്റീവ് ഹാഫ്, വീണ്ടും ഒരു പോസിറ്റീവ് ഹാഫ്, നെഗറ്റീവ് ഹാഫ്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അത് ഇപ്പുറത്തോട്ടും. ഇത് ഒരു പീരിയോഡിക് സിഗ്നലാണ്. ഇതിനെ നമുക്കൊരു പീരിയോഡിക് സിഗ്നൽ എന്ന് പറയാം. അപ്പോൾ എ സിഗ്നൽ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ എ ഫിക്സഡ് ടൈം പീരീഡ്, അതിനെയാണ് പീരിയോഡിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി. ഒരു ടി ടൈം പീരീഡ് കഴിയുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് പീരിയോഡിക്. അപ്പോൾ ഇതിൻ്റെ പീരീഡിനെ നമ്മൾ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എന്ന് പറയും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു പീരിയോഡിക് സിഗ്നൽ. ഇനി നമ്മുടെ ബേസിക്കായിട്ട് വരുന്ന 1-2 സിഗ്നൽസ് എപ്പോഴും പീരിയോഡിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പറയണം. ഒരു സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 2π/ω എന്ന് പറയാം. സിമിലർലി നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം ആണെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈമിനകത്ത് നമ്മൾ n വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടിക്ക് വരെ n, ദാറ്റ് ഈസ് 2π/ω ഇൻറ്റു m എന്ന് പറയും. m എന്ന് പറയുന്നത് m ഈസ് എ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. m ഈസ് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എമ്മിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കേണ്ടത് ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അങ്ങനെ കൊടുക്കുമ്പോൾ സച്ച് ദാറ്റ് n ഈസ് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമ്മൾ ആ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. എമ്മിൻ്റെ വാല്യൂ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അന്നേരം നമ്മുടെ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടണം. ആ രീതിയിലാണ് m നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ടിയും എന്നും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതും ടൈം പീരീഡ് ആണ്, പക്ഷേ ഇത് ഡിസ്ക്രീറ്റിൻ്റെ കേസിലാണ്. ഇത് കണ്ടിന്യൂസിൻ്റെ കേസിൽ. അപ്പോൾ രണ്ടിൻ്റെയും ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻസ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതുവാണ്. എക്സാമ്പിൾ 1. ഈ കേസ് പഠിച്ചു വെച്ചിരിക്കണം. അതായത് ഒരു സൈനുസോയിഡൽ സിഗ്നലാണ്.
ഇത് പീരിയോഡിക് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് അല്ലേ, എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ടി പ്ലസ് ടി എന്തായിരിക്കും? നമ്മളിവിടെ ടിക്ക് പകരം ടി പ്ലസ് ടി ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് എ സൈൻ ഒമേഗ ഇൻറ്റു ടി പ്ലസ് ഫൈ എന്ന് കിട്ടും. ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതാം. ദെൻ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ ടി എന്തായിരിക്കും? 2π/ω ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഇൻറ്റു ടി എന്ന് പറയുന്നത് 2π ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാം വി ഹാവ് ഒമേഗ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 2π. ടി ഈസ് ഈക്വൽ ടു 2π/ω ആണ്. ഇഫ് പീരിയോഡിക് ആണെങ്കിൽ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മളിവിടെ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് പീരിയോഡിക് ആണെന്നാണ്. അപ്പം നമ്മളിവിടെ ഒരു അസംഷൻ നടത്തുവാണ്, ലെറ്റ് എക്സ് ഓഫ് ടി ഈസ് പീരിയോഡിക്. എന്നിട്ട് ഞാൻ ഈ ഒരു കണ്ടീഷനോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. ആ സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റാണെങ്കിൽ നമുക്ക് പറയാം പീരിയോഡിക് അല്ല. അപ്പോൾ ഞാൻ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുക്കുവാണ്. ദെയർഫോർ എക്സ് ഓഫ് ടി പ്ലസ് ടി എന്ന് പറയുന്നത് എന്താവും? എ സൈൻ ഒമേഗ ടി പ്ലസ് 2π പ്ലസ് ഫൈ. ഒമേഗ ടിക്ക് വരെ 2π കൊടുത്തു. ദാറ്റ് ഈസ് എ സൈൻ, ഞാനിതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണ്, 2π പ്ലസ് ഒമേഗ ടി പ്ലസ് ഫൈ. നമുക്കറിയാം സൈൻ 360 പ്ലസ് തീറ്റ. അപ്പോൾ ഞാൻ ഇതിനെ അങ്ങ് തീറ്റ ആയിട്ട് എടുക്കുവാണ്. സൈൻ 360 പ്ലസ് തീറ്റ എന്താണ്? സൈൻ തീറ്റയാണ്. സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതാം. ഇത് തന്നെയാണ് എക്സ് ഓഫ് ടി. സോ എനിക്ക് എക്സ് ഓഫ് ടി പ്ലസ് ടി എന്തായിട്ട് കിട്ടി? എക്സ് ഓഫ് ടി ആയിട്ട് കിട്ടി. അപ്പോൾ എൻ്റെ അസംഷനും ശരിയാണ്, ഈ സിഗ്നൽ എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്. ഇതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ ഇതേപോലെ അത് പ്രൂവ് ചെയ്യുന്നില്ല, നമുക്കിങ്ങനെ തന്നെ പറയാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഇതും പീരിയോഡിക് ആയിരിക്കും. ഇതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും കോസ് 360 പ്ലസ് തീറ്റ, അത് കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ കിട്ടും. അപ്പോൾ ഇതും പീരിയോഡിക് ആണ്. സൈൻ വേവ് അല്ലെങ്കിൽ കൊസൈൻ വേവ് ആയിട്ട് വരുന്നതെല്ലാം പീരിയോഡിക് ആണ്. അത് നമുക്ക് ക്ലിയറായി. ദെൻ ഞാൻ മൂന്നാമത്തെ ഒരു കേസ് കൂടെ പറയുകയാണ്. എക്സാമ്പിൾ 3, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ജെ ഒമേഗ ടി. ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നലാണ്. ഇത് പീരിയോഡിക് ആണെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. എക്സ് ഓഫ് ടി പ്ലസ് ടി ചെയ്യുമ്പോൾ എ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടിക്ക് പകരം ടി പ്ലസ് ടി എന്ന് കൊടുത്തു. ഞാനത് ഓപ്പൺ ചെയ്യുവാണ്. എ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി. വീണ്ടും നമ്മൾ ഒമേഗ ടിക്ക് പകരം 2π കൊടുക്കുവാണ്. പീരിയോഡിക് ആണെന്നുള്ള അസംഷനിൽ എ ഇ റേസ് ടു ജെ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു ജെ 2π. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ റേസ് ടു ജെ 2π എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എനിക്ക് ഇതിനെ എ റേസ് ടു ജെ ഒമേഗ ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇ റേസ് ടു ജെ 2π എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് കോസ് 2π പ്ലസ് ജെ സൈൻ 2π. കോസ് 2π 1 ആണ്, ജെ 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എപ്പോഴും ഇ റേസ് ടു ജെ 2πയുടെ വാല്യൂ 1 ആണ്. അത് കോസ് തീറ്റ, ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ അല്ലേ. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടി. എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഫോമിൽ വരുന്നത് പീരിയോഡിക് ആണ്. എ കോസ് ഒമേഗ ടി ഫോമിൽ വരുന്നത് പീരിയോഡിക് ആണ്. എ ഇ റേസ് ടു ജെ ഒമേഗ ടി ഫോമിൽ വരുന്നതും പീരിയോഡിക് ആണ്. അപ്പോൾ ഇത് 3 ഒരു സ്പെഷ്യൽ കേസായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിനി ഇതിൻ്റെ പീരിയോഡിക്കൊക്കെ പീരീഡ് കണ്ടുപിടിക്കുന്നതൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ചില ഷോർട്ട് കട്ട്സ് ഉണ്ട്, അതൊന്ന് പഠിക്കാം. പീരിയോഡിസിറ്റി കണ്ടുപിടിക്കാനുള്ള 1-2 മെത്തേഡ്സ് ആണ്. അതായത് നമുക്ക് ഫണ്ടമെൻ്റൽ പീരീഡിൽ നിന്നും ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയിൽ നിന്നും നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാൽ മതി, എളുപ്പമായിരിക്കും. 2 മനസ്സിലാക്കി വെക്കുക. എങ്ങനെ പീരീഡിൽ നിന്നും ഫണ്ടമെൻ്റൽ പീരീഡിൽ നിന്നും എങ്ങനെ ടൈം പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഫണ്ടമെൻ്റൽ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം.
നമുക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഒരു സൈൻ, ഒരു കോസ്, അല്ലെങ്കിൽ 2 സൈൻ 2 കോസ്, അങ്ങനെ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് വരുന്ന ഒരു സിഗ്നലാണെങ്കിൽ, ഇപ്പോൾ വെറുതെ ഒരു സൈൻ വേവ് അല്ലെങ്കിൽ വെറുതെ ഒരു കൊസൈൻ വേവ് വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് പീരിയോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യാം. നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് വരുന്ന കേസാണ്. അപ്പോൾ നോക്കി, സ്റ്റെപ്പ് 1 ഇതാണ്. ഫണ്ടമെൻ്റൽ പീരീഡ് തരുവാണെങ്കിൽ, അതായത് ഫൈൻഡ് ദ ഫണ്ടമെൻ്റൽ പീരീഡ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ്, ഓരോന്നിൻ്റെയും ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് കണ്ടുപിടിക്കും. അതാണ് T1 T2 T3. ദെൻ അതിൻ്റെ റേഷ്യോ ചെക്ക് ചെയ്ത് നോക്കും. T1/T2 കണ്ടുപിടിക്കും, T2/T3 കണ്ടുപിടിക്കും, T3/T4 കണ്ടുപിടിക്കും. ഇതാണ് സ്റ്റെപ്പ് 2. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, ഇതെല്ലാം ഈ റേഷ്യോ എടുക്കുന്നതെല്ലാം നമുക്ക് റാഷണൽ നമ്പർ കിട്ടണം. ഈ റേഷ്യോസ് എല്ലാം T1/T2, T2/T3, T3/T4 എല്ലാം റാഷണൽ നമ്പർ കിട്ടുവാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന സിഗ്നൽ പീരിയോഡിക് ആണ്. ആ സിഗ്നലിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സിഗ്നൽസിൻ്റെ പീരിയോഡിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് പീരിയോഡിക് ആണെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ടൈം പീരീഡ് T1/T2, T2/T3, T3/T4 ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ റേഷ്യോ റാഷണൽ നമ്പർ കിട്ടണം. ഫോർ എക്സാമ്പിൾ 1/2 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3/2 ആ ഫോമിൽ കിട്ടുവാണെങ്കിൽ അത് റാഷണലാണ്. അങ്ങനെയാണെങ്കിൽ അത് പീരിയോഡിക്കാണ്. ഇപ്പോൾ 1/√2 അല്ലെങ്കിൽ π/2 എന്നൊക്കെ കിട്ടുവാണെങ്കിൽ അത് ഇറാഷണലാണ്. അത് നോൺ പീരിയോഡിക് സിഗ്നൽ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, റാഷണൽ ആയിരിക്കണം, എന്നാലേ നമുക്കതിനെ പീരിയോഡിക് ആണെന്ന് പറയാൻ പറ്റൂ. ഇനി പീരിയോഡിക് ആണെങ്കിൽ അതിനൊരു ടൈം പീരീഡ് കാണുമല്ലോ, അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ T1 T2 T3യുടെ LCM ന്യൂമറേറ്റേഴ്സിൻ്റെ, T1 T2 T3യുടെ എല്ലാം ന്യൂമറേറ്റർ കാണുമല്ലോ, അതിൻ്റെ LC എടുക്കണം. ബൈ GCD, ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ഡിനോമിനേറ്റേഴ്സ് T1 T2 T3. ആ ഗ്രേറ്റസ്റ്റ് കോമൺ വാല്യൂടെ എടുത്ത് ആ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് T0 കിട്ടും. ഇതാണ് ഒരു മെത്തേഡ്, T0 കണ്ടുപിടിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ മെത്തേഡ് 2 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസിൽ നിന്നും ഇതുപോലെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ω1, ω2, ω3, T1 T2 T3ക്ക് പകരം ω1 ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കുക. അത് റാഷണൽ നമ്പർ കിട്ടുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീരിയോഡിക് ആണെന്ന് പറയാം. ഇനി ω1 നമ്മൾ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. നേരത്തെ LCM/GCD ആയിരുന്നു, ഇവിടെ നേരെ തിരിച്ചാണ്. GCD/LCM ആണ്. GCD ഓഫ് ന്യൂമറേറ്റേഴ്സ് ഓഫ് ω1, ω2 ബൈ LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ്. അതിനകത്തുനിന്ന് ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് T0 കണ്ടുപിടിക്കുക. T0 എന്ന് പറയുന്നത് 2π/ω0 ആണ്. നേരത്തെ നമ്മൾ T0 ഡയറക്റ്റ് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ω0 കണ്ടുപിടിച്ചിട്ട് T0 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2π/ω0. ഇതാണ് മെത്തേഡ് 2 എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഫണ്ടമെൻ്റൽ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 കമ്പോണൻസ് ഉണ്ട് അല്ലേ? ആ 2 കമ്പോണൻസിനകത്തുനിന്ന് ഞാനിപ്പോൾ ω1 വെച്ച് കണ്ടുപിടിക്കുകയാണ്. ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. T1 T2 വെച്ചിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫ്രീക്വൻസീസോ ആംഗുലർ ഫ്രീക്വൻസി വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് A sin ωt ആ ഫോമിലാണ് അല്ലേ? ω1 എനിക്ക് കിട്ടും. ω1 എത്രയാണ്? 5π/2 ആണ്. ഇനി ω2 എന്താണ്? രണ്ടാമത്തെ കമ്പോണൻറ്റിൽ നിന്ന് ω2 എന്ന് പറയുന്നത് 2π/3 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് നോക്കി, നമ്മൾ അതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ അത് റാഷണൽ നമ്പർ കിട്ടണം. ദെൻ അതുപോലെ പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ പീരീഡ് കണ്ടുപിടിക്കുന്നത് GCD/LCM അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഞാനിവിടെ റേഷ്യോ എടുത്ത് നോക്കുകയാണ്, ω1/ω2. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 5π/2 ഡിവൈഡഡ് ബൈ 2π/3. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 5π/2 ഇൻറ്റു 3/2π. അപ്പോൾ നമുക്കിവിടെ പല കാര്യങ്ങളും ക്യാൻസൽ ചെയ്യാം. എനിക്ക് 15/4 എന്ന് വരും. പൈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 15/4 എന്ന് വരും. ഇത് റാഷണലാണ്. ഇത് റാഷണൽ നമ്പർ ആയതുകൊണ്ട് എനിക്ക് പറയാം x(t) ഈസ് പീരിയോഡിക് എന്ന് നമുക്ക് പറയാം. ദെൻ x(t) പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാം. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ω0 കണ്ടുപിടിക്കണം. ω0 കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുല ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. GCD ഓഫ് ന്യൂമറേറ്റേഴ്സ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ നോക്കി, GCD ഓഫ് ന്യൂമറേറ്റേഴ്സ് ഓഫ് ω1ൻ്റെ ന്യൂമറേറ്റർ എത്രയാണ്? 5π.
ഒമേഗ 2ൻ്റെത് ന്യൂമറേറ്റർ 2π ബൈ LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാണ് 2,3. സോ നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ GCD എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിനെയും കോമൺ ആയിട്ട് വരുന്ന ആ ഒരു ഡിവൈസർ 5πക്കകത്തും 2πക്കകത്തും ഉള്ള ഗ്രേറ്റസ്റ്റ് വാല്യൂ ഡിവൈസർ എന്ന് പറയുന്നത് പൈ ആണ്. ബൈ LCM 2, 3യുടെ LCM എത്രയാണ്? π/6. അപ്പോൾ എനിക്ക് ഒമേഗ നോട്ട് π/6 കിട്ടി. അങ്ങനെയാണെങ്കിൽ T നോട്ട് കണ്ടുപിടിക്കാം. 2π/ ഒമേഗ നോട്ട് ദാറ്റ് ഈസ് 2π/ π/6 എന്ന് പറഞ്ഞാൽ എത്ര വരും ആൻസർ? 12 എന്ന് വരും. അപ്പോൾ ഈ സിഗ്നൽ പീരിയോഡിക്കുമാണ്, അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 12 ആണ്. ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ദെൻ നമുക്ക് ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഈവൻ ആൻഡ് ഓഡ് സിഗ്നലാണ്. അപ്പോൾ ഈവൻ സിഗ്നൽ എന്താണ്, ഓഡ് സിഗ്നൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് സെക്കൻഡ് ടൈപ്പ്. നമുക്കതിനെ ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഏതാണ്? ഈവൻ ആണ്. ഈവൻ സിഗ്നലാണ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക്. അപ്പോൾ ഈവൻ ആണ് ഫസ്റ്റ്, അല്ലെങ്കിൽ അസിമെട്രിക് സിഗ്നൽ എന്നും പറയാം. ഇപ്പോൾ ഒരു സിഗ്നൽ ഈവൻ ആവുന്ന കണ്ടീഷൻ എന്താണ്? അപ്പോൾ ഇതാണ് ഈവൻ്റെ കണ്ടീഷൻ. എക്സ് ഓഫ് മൈനസ് ടി എന്തിന് ഈക്വൽ ആയിരിക്കണം? എക്സ് ഓഫ് ടിക്ക് ഈക്വൽ ആയിരിക്കണം. ഇതാണ് ഈവൻ ആവാനുള്ള കണ്ടീഷൻ. അതിനൊരു എക്സാമ്പിളാണ് കൊസൈൻ സിഗ്നൽ. കോസ് ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ കോസ് ടി തന്നെയല്ലേ. അപ്പോൾ അത് ഈവൻ സിഗ്നലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സിമെട്രിക് ആൻഡ് നമ്മൾ ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസിനെ നമുക്ക് സിമെട്രിക് ആൻറ്റി സിമെട്രിക് സിഗ്നൽ എന്ന് പറയാം. അപ്പോൾ അതിൽ ഈവനാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഈവൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഈവൻ്റെ കണ്ടീഷൻ നമ്മളിവിടെ പഠിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് ഓഡിൻ്റെയും കണ്ടുപിടിക്കാം. ഓടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഓഡിൻ്റെയാണ്, ആൻറ്റി സിമെട്രിക്. സിമെട്രിക് എന്ന് പറയുമ്പോൾ ഈവൻ, ആൻറ്റി സിമെട്രിക് എന്ന് പറയുന്നത് ഓഡാണ്. ഓക്കെ, അപ്പോൾ അതിവിടെ ഓൾറെഡി ഇത് രണ്ടിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. സിമെട്രിക് എന്ന് പറയുന്നത് ഈവൻ, ആൻറ്റി സിമെട്രിക് ഓഡ്. അപ്പോൾ ഈവൻ്റെ കണ്ടീഷൻ പഠിച്ചതുപോലെ തന്നെ ഓഡിൻ്റെ കണ്ടീഷൻ പഠിക്കാം. ഓഡിൻ്റെ എന്താണ്? എക്സ് ഓഫ് മൈനസ് ടി എന്ന് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് എക്സ് ഓഫ് ടി എന്ന് കിട്ടണം. എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ്. നമ്മൾ സിഗ്നൽ ഓപ്പറേഷൻ പഠിക്കുമ്പോൾ അത് പഠിക്കും. ഇതാണ് എക്സ് ഓഫ് മൈനസ് ടി. അതിനെ നമുക്ക് മൈനസ് എക്സ് ഓഫ് ടി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതാണ് ഓഡിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അത് സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് സിഗ്നലാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ അല്ലേ. അപ്പോൾ അത് ഓഡ് സിഗ്നലാണ്. അപ്പോൾ കോസ് എന്ന് പറയുന്നത് ഈവൻ സിഗ്നലും സൈൻ എന്ന് പറയുന്ന ഒരു ഓഡ് സിഗ്നലുമാണ്. അപ്പോൾ ഇതാണ് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈവൻ പാർട്ടും ഓഡ് പാർട്ടും കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ഈവൻ കമ്പോണൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് ഈവൻ കമ്പോണൻറ്റ് എക്സ് ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. ഇതാണ് ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ. ദെൻ ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയാണ്. ഇതിപ്പം ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ അവിടെ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ n വരും, ടിക്ക് വരെ n വരും, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈവനും കമ്പോണൻറ്റ്. അടുത്ത രണ്ടാമത്തെ കമ്പോണൻറ്റ് ഓഡ് കമ്പോണൻറ്റ് എക്സ് ഓഫ് ടി എന്നാണ് അതിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈവൻ കമ്പോണൻറ്റും ഓഡ് കമ്പോണൻറ്റും കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈവൻ സിഗ്നലിനെയും ഓഡ് സിഗ്നലിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് പീരിയോഡിക് സിഗ്നൽസ്, അതേപോലെ തന്നെ അപ്പീരിയോഡിക് സിഗ്നൽസ്. പീരിയോഡിക് സിഗ്നൽ ആൻഡ് അപ്പീരിയോഡിക് സിഗ്നൽ പഠിച്ചു. അതേപോലെ തന്നെ ഈവൻ സിഗ്നലും ഓഡ് സിഗ്നലും പഠിച്ചു. ഇനി ഈ ഓഡിനും ഒരു എക്സാമ്പിൾ, ഈവൻ കമ്പോണൻറ്റും ഓഡ് കമ്പോണൻറ്റും കണ്ടുപിടിക്കാനുള്ള ഒരു എക്സാമ്പിളും കൂടി ഇവിടെ പറയാം. അതായത് എക്സ് ഓഫ് ടി ഈക്വൽ ടു, ഞാനിപ്പം ഒരു സിഗ്നൽ തരുവാണ്, 1 പ്ലസ് ടി പ്ലസ് 2t² മൈനസ് 3t³. ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഈവൻ കമ്പോണൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സ് ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. ഇതാണ് ഫോർമുല.
അപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിക്കാമല്ലോ. എക്സ് ഓഫ് മൈനസ് ടി എന്താണ്? 1ൻ്റെ 1 തന്നെ, ടിയുടെ പ്ലസ് ടിയുടെ എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുമ്പോൾ മൈനസ് ടി അല്ലേ, പ്ലസ് 2 ഇൻറ്റു, അതായത് ടിക്ക് വരെ മൈനസ് ടി കൊടുത്താൽ മതി. അപ്പോൾ ടിക്ക് വരെ മൈനസ് ടി കൊടുത്തപ്പോൾ 1 മൈനസ് ടി, ദെൻ ഇവിടെ 2 ഇൻറ്റു മൈനസ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2t സ്ക്വയർ തന്നെ വരും. ദെൻ അടുത്തത് -3 ഇൻറ്റു ടി ക്യൂബ് എന്ന് പറയുമ്പോൾ മൈനസ് ടി ദ ഹോൾ ക്യൂബ് മൈനസ് ടി ക്യൂബാണ്. അപ്പോൾ അത് പ്ലസ് 3t ക്യൂബ് ആവും. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് ടിയും എക്സ് ഓഫ് മൈനസ് ടി അറിയാം. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി, എന്നിട്ട് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര വരും? 1 + 1 2, ദെൻ ടിയും പോവും, 2t സ്ക്വയറും 2t സ്ക്വയറോടെ 4t സ്ക്വയർ ആവും, 3t ക്യൂബ് പോവും ബൈ 2. അപ്പോൾ ഈവൻ കമ്പോണൻറ്റ് എത്ര വരും? 1 + 2t സ്ക്വയർ എന്ന് വരും. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്ത് ബൈ 2 ചെയ്താൽ മതി. ദെൻ ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കുന്നത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുല എന്താണ്? എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2 ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാം. അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 1ഉം 1ഉം പോവും. ടി മൈനസ് ടി എന്ന് പറയുമ്പോൾ 2t വരും. ദെൻ 2t സ്ക്വയർ മൈനസ് 2t സ്ക്വയർ 0 ആണ്. ദെൻ -3t ക്യൂബും -3t ക്യൂബ് എത്ര ആവും? -6t ക്യൂബ് ബൈ 2 എന്ന് വരും. അത് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം t -3t ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് ഓഡ് കമ്പോണൻറ്റ്. അപ്പോൾ നമുക്കുള്ള ആൻസേഴ്സ് കിട്ടി. ഈവൻ കമ്പോണൻറ്റ്, ഓഡ് കമ്പോണൻറ്റ്. ഇതുപോലെ ഏത് ഫംഗ്ഷൻ, ഇപ്പം കോസിൻ്റെയും സൈനിൻ്റെയൊക്കെ ഒരു സമ്മേഷനായിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പം നമ്മൾ ഈവൻ ഓഡ് സിഗ്നൽസിൻ്റെ ഈവൻ പാർട്ട് ഓഡ് പാർട്ട് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസാണ് സാധാരണ ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇതും ചോദിക്കും. അതായത് നമ്മുടെ പീരിയോഡിക് അപ്പീരിയോഡിക് ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.